ഇപ്പോൾ നിങ്ങൾ ഫ്രീലാൻസിങ് വർക്ക്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ക്ലയൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ വർക്ക്സ് ഒറ്റയ്ക്ക് എടുക്കാം. ഇപ്പോൾ ക്രിയേറ്റീവ്സ് സെറ്റ് ചെയ്യുമ്പോൾ പണ്ടൊക്കെ നമ്മൾ എഡിറ്റേഴ്സിന് കൊടുക്കേണ്ടതുണ്ടായിരുന്നു, കോപ്പി റൈറ്റേഴ്സിന് കൊടുക്കേണ്ടതുണ്ടായിരുന്നു. ഇതെല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് എടുക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടി പറ്റുന്ന ബഡ്ജറ്റും അത്യാവശ്യം നല്ല തന്നെയായിരിക്കും. നിങ്ങളൊരു കോച്ചിങ് ബിസിനസ് നടത്തുന്ന ഒരാളാണോ? ഇപ്പം IELTSൻ്റെ കോച്ചിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൺസൾട്ടേഷൻ ആയിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലും ഒരു കോച്ചിങ് ബിസിനസ് റൺ ചെയ്യുന്ന ഒരാളാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അത്രയും യൂസ്ഫുൾ ആവാൻ വേണ്ടി പോകുന്നൊരു വീഡിയോ ആണ്. കാരണം ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ ബിസിനസ്സിന്, അതായത് കോച്ചിങ് ബിസിനസ്സിന് വേണ്ടിയിട്ട് മെറ്റ ആഡ്സ് മാനേജർ ത്രൂ ലീഡ് ജനറേഷൻ സെറ്റ് ചെയ്യാമെന്നുള്ളതാണ്. മെറ്റ ആഡ്സ് മാനേജർ ത്രൂ എന്ന് ഞാൻ പറയുമ്പോൾ കംപ്ലീറ്റ്ലി മാനുവലി അല്ല, കുറച്ച് AI ടൂൾസ് വെച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ലീഡ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ എന്താ പറയുക ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമായിരുന്നു. അല്ലെങ്കിൽ ഒരു ക്യാമ്പയിൻ റൺ ചെയ്യണമെങ്കിൽ ഇപ്പം ക്രിയേറ്റീവ്സ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വേറൊരാൾ എന്താ പറയുക എഡിറ്റേഴ്സിൻ്റെ ആവശ്യം ഉണ്ടാവും, അല്ലെങ്കിൽ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ നമുക്ക് ഒരു ദിവസം എടുക്കണം, അതിനുശേഷം പിന്നെ ഓഡിയൻസിനെ സെഗ്മെൻറ്റൈസ് ചെയ്യാൻ വേറൊരു ദിവസം എടുക്കണം, കോമ്പറ്റേറ്റീവ് റിസർച്ച് നടത്താൻ വേറൊരു ദിവസം എടുക്കണം. അങ്ങനെ ഒരുപാട് സമയം ചിലവാകുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇന്ന് AI ടൂൾസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് 2 ദിവസം എടുക്കേണ്ട പണി നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് അത് ഫ്രം സ്ക്രാച്ച് തൊട്ട്, അതായത് നമ്മളൊരു ക്യാമ്പയിൻ സെറ്റ് ചെയ്യുന്ന സമയം തൊട്ട് ആ ക്യാമ്പയിൻ എങ്ങനെയാണ് ഒപ്റ്റിമൈസ് ചെയ്യേണ്ടത്, അതായത് അതിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം, അതിൽ എന്തൊക്കെ പോസ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ വേണ്ടി പറ്റുക, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും AI ടൂൾസ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. സോ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ വേണ്ടി നോക്കുക. എനിക്ക് ഷുവറാണ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. ആൻഡ് ഇതേപോലെ തന്നെ നിങ്ങൾ ട്രൈയും ചെയ്ത് നോക്കാം. സോ മോസ്റ്റ്ലി ഞാനിവിടെ കാണിക്കുന്നതെല്ലാം തന്നെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ടൂൾസ് ആണ്. പക്ഷെ അത് പ്രോ ആക്കി കഴിഞ്ഞാൽ അഫ്കോഴ്സ് നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ്സ് ആയിരിക്കും ഉണ്ടാവും. കുറച്ചും കൂടി കൂടുതലായിട്ടുള്ള നല്ല ഡേറ്റാസും നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്ന കുറച്ച് ടൂൾസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ക്ലോഡാണ്. ക്ലോഡിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്പർ ഓഫ് ബെനിഫിറ്റ്സ് ആണ് ഇപ്പം ക്ലോഡിൽ. നിങ്ങൾ തന്നെ ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാം യൂട്യൂബൊക്കെ തുറക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ക്ലോഡിൽ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു ടൂള് നമ്മൾ ആദ്യം തന്നെ യൂസ് ചെയ്യുന്നുണ്ട് സ്ട്രാറ്റജി കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ജെൻസ്പാർക്ക് ആണ്. അഗെയിൻ ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ വീഡിയോസിൽ AI ടൂൾസിൻ്റെ പേരുകൾ പറയുമ്പോൾ ഞാൻ പറയുന്നൊരു ഒരു ടൂളാണ് ഈ ജെൻസ്പാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതും ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ്. ഒരു ടൂളിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അത് മാത്രമല്ല അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഡേറ്റാസ് ആണ് നമുക്ക് ജെൻസ്പാർക്കിൽ കിട്ടുന്നത്. അതായത് 2020-26 കോമ്പറ്റേറ്റീവ് റിസർച്ച് നടത്തിയിട്ട് അതിൻ്റെ ഡേറ്റാസ് നമുക്ക് വേണമെങ്കിൽ ജെൻസ്പാർക്കിൽ നമുക്ക് അത് കിട്ടും. സോ റിസർച്ച് പർപ്പസിന് നമുക്ക് ജെൻസ്പാർക്ക് യൂസ് ചെയ്യാം. ആൻഡ് ഇമേജ് ക്രിയേറ്റ് ചെയ്യാനും ഞാൻ ജെൻസ്പാർക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതല്ലാണ്ട് ഞാൻ വേറെ കുറച്ച് ടൂൾസ് ഇമേജ് ക്രിയേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂൾസിൻ്റെ പേരുകൾ ഞാൻ പറയുന്നുണ്ട്. ഇനി അതല്ല നിങ്ങൾക്ക് AI ക്ലോൺ വീഡിയോ സെറ്റ് ചെയ്യണമെങ്കിൽ അത് ഏതൊക്കെ ടൂൾസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത് ഞാൻ ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മേനേജയ്ക്കാൻ്റെയും ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ പോയി കാണാം. സോ AI വെച്ചിട്ടാണ് നമ്മൾ ഒപ്റ്റിമൈസേഷൻ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്, അതായത് നമ്മളുടെ ഡേറ്റാസ് എങ്ങനെയാണ് നമ്മൾ ഓൾറെഡി ക്യാമ്പയിൻസ് റൺ ചെയ്തിട്ട് ഒരു അതിൻ്റെ ഡീറ്റെയിൽഡ് അനലിറ്റിക്സ് എടുത്തിട്ട് അതിൽ എന്തൊക്കെ ബെറ്റർ ആക്കാൻ വേണ്ടി പറ്റും, എങ്ങനെ ബെറ്റർ ആക്കി കഴിഞ്ഞാലാണ് കൂടുതൽ ലീഡ്സ് എനിക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാൻ വേണ്ടി പോകുന്നത്. സോ അങ്ങനെ മൊത്തത്തിൽ AI ടൂൾസ് മാത്രം വെച്ചുകൊണ്ടുള്ള എങ്ങനെയാണ് ഒരു ക്യാമ്പയിൻ ലീഡ് ജനറേഷൻ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു IELTS കോച്ചിങ് സെൻറ്ററിൻ്റെ ഒരു എക്സാമ്പിൾ എടുത്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന്, അതിപ്പോൾ കോച്ചിങ് സെൻറ്റർ ആവാം, ഇനി അതല്ല വേറെ ബിസിനസ്സുകളാണ് നിങ്ങൾ റൺ ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾക്കാവാം. നിങ്ങളുടെ സ്വന്തം ബിസിനസ്സും അയക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു ഡിജിറ്റൽ മാർക്കറ്ററായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഫ്രീലാൻസിങ് വർക്ക്സ് ഒക്കെ എടുത്ത് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ വർക്ക് അത്രയും എളുപ്പമാക്കി തരുന്ന ഒരു എന്താ പറയുക ഒരു സംഭവം തന്നെയായിരിക്കും, ഒരു വീഡിയോ തന്നെയായിരിക്കും ഇത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലയൻസിന് വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാനായിട്ടും പറ്റും. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ വീണ്ടും പറയാണ്, നമ്മളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം നിങ്ങൾക്ക് അത്രയും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റുകൾ നമ്മൾ ഫ്രീ ആയിട്ട് നമ്മളുടെ ചാനൽ ത്രൂ പറയുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചെയ്ത് വെക്കാം.
അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ ആദ്യം തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ ടൂൾസിലും കൊടുക്കേണ്ട പ്രോംപ്റ്റുകളുടെ ഒരു ലിസ്റ്റ് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരാം. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എല്ലാത്തിൻ്റെയും പ്രോംപ്റ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. നിങ്ങളത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രോംപ്റ്റുകൾ കംപ്ലീറ്റ്ലി കിട്ടും. പക്ഷേ ശ്രദ്ധിക്കുക, അവിടെ ഞാൻ IELTS യൂസ് ചെയ്ത് അതേപോലെ തന്നെ ഞാൻ എൻ്റെ ബിസിനസ് നീഷിലെ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അതിൽ പ്രോംപ്റ്റുകൾ കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ബിസിനസ്സിനും നിങ്ങളുടെ നീഷും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് ഇത് മാറ്റണം. ഓക്കെ, അപ്പോൾ അത് ഉറപ്പായിട്ടും വായിച്ച് നോക്കിയിട്ട് വേണം നിങ്ങൾ ആ പ്രോംപ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെൻസ്പാർക്ക്. സോ ജെൻസ്പാർക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളൊരു ബിസിനസ്സിന് വേണ്ടിയിട്ട് ലീഡ് ജനറേഷൻ ചെയ്യാണ്. ഓക്കെ, ലീഡ് ജനറേഷൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ കോമ്പറ്റീറ്റേഴ്സ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അറിയണമെങ്കിൽ അഫ്കോഴ്സ് നിങ്ങൾക്ക് അവർ എന്തെല്ലാം ആഡുകൾ റൺ ചെയ്യുന്നുണ്ട്, അവർ ഏത് ഓഡിയൻസിലോട്ടേക്കാണ് ആഡുകൾ റൺ ചെയ്യുന്നത്, അവർ എന്ത് ക്രിയേറ്റീവ്സാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ടെസ്റ്റിമോണിയൽസ് ആണോ അല്ലെങ്കിൽ വീഡിയോസ് ആണോ, ഇനിയിപ്പോൾ അതല്ല ഇമേജസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൽ എന്ത് കോപ്പീസ് അവർ കൊടുക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയേണ്ടി വരും. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഹുക്ക് എന്താണെന്നുള്ളത് അറിയണം. കാരണം നിങ്ങൾ എല്ലാവരുടെയും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കും, ഇപ്പോൾ വീഡിയോ ആയിക്കോട്ടെ പോസ്റ്റർ ആയിക്കോട്ടെ എല്ലാത്തിനും ഹുക്ക് ഭയങ്കര നിർബന്ധമാണെന്നുള്ളത്. അപ്പോൾ ആ ഹുക്ക് അവർ എന്താണ് ടെസ്റ്റ് ചെയ്യുന്നത്, എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതും കൂടി നിങ്ങൾക്ക് അറിയേണ്ടതുണ്ടാവും അല്ലേ. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അഫ്കോഴ്സ് നമ്മൾക്ക് വേറെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. നമുക്ക് മെറ്റ ആഡ്സ് ലൈബ്രറിയിൽ കയറിയിട്ട് നിങ്ങൾക്ക് എന്താണ്, ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ മെറ്റ ആഡ്സ് ലൈബ്രറിയിൽ കയറാണ്. ആഡ്സ് ലൈബ്രറിയിൽ കയറിയിട്ട് നിങ്ങളുടെ നീഷ് എന്താണോ ആ നീഷ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കറൻ്റ്ലി എത്രത്തോളം ആഡുകൾ റൺ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ഇപ്പോൾ IELTS കോച്ചിങ് എടുത്തപ്പം അതിന് എന്തോരം ആഡുകൾ ഇപ്പോൾ കറൻ്റ്ലി റൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ ആക്റ്റീവ് ആഡ്സ് എത്രത്തോളം 820 റിസൾട്ട്സ് ഉണ്ട്. സോ ഇത് വെറുതെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടല്ല, ഇതിൽ നിങ്ങൾക്ക് ഓരോന്നും എടുത്ത് നോക്കാം. ഇനി അതല്ല ഗൂഗിൾ ആഡ് ട്രാൻസ്പെറൻസിയിൽ കയറിപ്പോയി നോക്കിക്കഴിഞ്ഞാൽ ഗൂഗിൾ ആഡ്സിൽ എന്തൊക്കെയാണ് ആഡുകൾ റൺ ചെയ്യുന്നത് അതും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. പക്ഷെ ഇതെല്ലാം ഒറ്റയടിക്ക് നമുക്ക് നോക്കണമെങ്കിൽ റിസർച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ജെൻസ്പാർക്കിൽ കയറിയിട്ട് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന പ്രോംപ്റ്റ് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ മെറ്റ ആഡ്സിൻ്റെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, നിങ്ങൾക്കത് ഗൂഗിൾ ആഡ്സിനും കൂടിയും ആഡ് ഓൺ ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ അവർ കംപ്ലീറ്റ്ലി ഡേറ്റാസ്, ഞാൻ വീണ്ടും പറയുന്നത് 2026 കറണ്ട് ഡേറ്റാസ് തന്നെയാണ് അവർ നിങ്ങൾക്ക് തരുന്നത്. മൊത്തത്തിൽ എല്ലാ ഡേറ്റാസും ഫെച്ച് ചെയ്തിട്ടുള്ള റിസൾട്ടാണ് അവർ തരാം. ഓക്കെ, അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഏതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കോമ്പറ്റീറ്റേഴ്സ് ആഡുകൾ റൺ ചെയ്യുന്നതെന്നും അതിലെന്താണ് അവർ യൂസ് ചെയ്തിരിക്കുന്ന ഹുക്സ് ദേ ആർ യൂസിങ്, അതേപോലെ തന്നെ ടിപ്പിക്കൽ ഓഫർ സ്ട്രക്ചർ, അവർ എന്ത് ഓഫേഴ്സാണ് കൊടുക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ആൻഡ് അതിൻ്റെ സോഴ്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇവിടെ നിന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സോഴ്സ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഇതൊരു സംഭവം വെച്ചിട്ട് ഇവിടെ കിട്ടുന്ന റിസൾട്ട്സ് ഉണ്ടല്ലോ, ഈ റിസൾട്ട്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ക്ലോഡിൽ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആഡ് ക്യാമ്പയിൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇവിടെ ഞാൻ അതിന് വേണ്ടിയിട്ട് ക്ലോഡിൽ ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്, ആക്ട് ആസ് പെർഫോമൻസ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആൻഡ് ബാക്കിയുള്ള കാര്യങ്ങൾ പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി മെറ്റ ആഡ്സ് ഫണൽ സ്ട്രാറ്റജി എനിക്ക് ഇവിടെ കിട്ടും. കണ്ടില്ലേ, സ്ട്രാറ്റജി, കോൺടെക്സ്റ്റ്, ഇൻടേക്ക് സൈക്കിൾസ്, അതേപോലെ തന്നെ ബഡ്ജറ്റ് അലോക്കേഷൻ എങ്ങനെയാണ്. ഇവിടെ ഇപ്പോൾ ഞാനൊരു 50,000 പെർ മന്ത് എന്നുള്ള രീതിയിലാണ് ഞാൻ ബഡ്ജറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എത്രയാണോ ബഡ്ജറ്റ് സെറ്റ് ചെയ്യുന്നത് ആ രീതിയിൽ കൊടുക്കാം. ഇനി ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള രീതിയിലാണെങ്കിൽ അതും നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം. എൻ്റെ ബിസിനസ് ഇതാണ്, എൻ്റെ നീഷ് ഇതാണ്, എൻ്റെ ആവശ്യങ്ങൾ ഇതാണ്, സോ എനിക്ക് ഏറ്റവും കൂടുതൽ ലൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ബഡ്ജറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരും. സോ ദാറ്റ് അത് നിങ്ങൾക്ക് അത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് 50,000 പെർ മന്ത് എന്നുള്ള രീതിയിൽ ഒരു ബഡ്ജറ്റ് ക്യാപ്പാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ബഡ്ജറ്റ് അലോക്കേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, നമ്മൾ കുറേ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എപ്പോഴും നിങ്ങളൊരു ഫണൽ വെച്ചിട്ടായിരിക്കണം ചെയ്യേണ്ടത്. ഇപ്പം ഫണൽ എന്ന് പറയുമ്പം അത് നിങ്ങളുടെ ക്രിയേറ്റീവ് ത്രൂ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ കോൺസെപ്റ്റ് ത്രൂ ആയിക്കോട്ടെ, നിങ്ങൾ ഓഡിയൻസിനെ സെഗ്മെൻറ്റ് ചെയ്യുന്ന രീതിയിലായിക്കോട്ടെ, ഇവിടെ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഫണൽ നമ്മൾ കൊടുക്കണം. ഫണൽ സ്ട്രക്ചർ എന്താണ്, ഫണൽ മാർക്കറ്റിംഗ് എന്താണെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ, ഞാൻ അതിന് വെച്ചിട്ട് വേറൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം. ഓക്കെ, സോ ഇവിടെ സ്റ്റേജസ് കൊടുത്തു, ടോഫു, മോഫു, ബോഫു, അതായത് ടോപ്പ് ഓഫ് ദ ഫണൽ, മിഡിൽ ഓഫ് ദ ഫണൽ, ബോട്ടം ഓഫ് ദ ഫണൽ, കൺവേർഷൻ സ്റ്റേജ്, ഇൻട്രസ്റ്റ് സ്റ്റേജ്, അവയർനെസ് സ്റ്റേജ്, ഇതാണ് സംഭവം. സോ അതിൽ എത്രയാണ് എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ടത്, എന്താണ് അതിൻ്റെ പേർപ്പസ്, അതൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓഡിയൻസിനെ സെഗ്മെൻറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പം നമുക്ക് ഓഡിയൻസിനെ സെഗ്മെൻറ്റേഷൻ നമുക്ക് പല രീതിയിൽ നമുക്ക് ടാർഗറ്റ് ചെയ്യാനായിട്ട് പറ്റും മെറ്റയിൽ. അപ്പോൾ അതിനെ എങ്ങനെയാണ് സെഗ്മെൻറ്റ് ചെയ്യേണ്ടത്, ഏതൊക്കെ ഓഡിയൻസ് സെറ്റിലോട്ടേക്കാണ് ഞാൻ എൻ്റെ ആഡുകൾ കാണിക്കേണ്ടത്, എല്ലാ ഓഡിയൻസിനും ഒരേപോലെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പല തരത്തിലുള്ള പല സ്വഭാവത്തിലുള്ള പല ആൾക്കാർ നമ്മളുടെ കൂട്ടത്തിലുണ്ട്, നമ്മളുടെ ഇതിൽ എന്താ പറയുക സറൗണ്ടിങ് നമ്മുടെ നീഷിലുണ്ടാവും അല്ലേ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരേ രീതിയിലുള്ള മെസ്സേജിങ്
പോയി കഴിഞ്ഞാൽ അത് ക്ലിയർ ആവില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഒരേ രീതിയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടി പറ്റിക്കൊള്ളണം എന്നില്ല. അപ്പോൾ പക്ഷെ എന്താണ്, എൻ്റെ നീഷെല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷെ അവർക്ക് പോകേണ്ട മെസ്സേജിങ് ചിലപ്പോൾ പല രീതിയിലായിരിക്കാം. അല്ലെങ്കിൽ ഓരോ സ്റ്റേജിൽ, ഇപ്പം അവയർനെസ് സ്റ്റേജിൽ ഞാൻ കൊടുക്കുന്നത്, അതായത് എൻ്റെ ബ്രാൻഡിനെ അറിയണം, എല്ലാവരും അറിയണം എന്നുള്ളതും, അറിഞ്ഞ ആൾക്കാരിലോട്ടേക്ക് എനിക്കൊരു ഓഫർ പുഷ് ചെയ്യണം എന്നുള്ളതും, ഇനി അതല്ല ഒരു പേടി ക്രിയേറ്റ്, അല്ലെങ്കിൽ ഒരു അർജൻസി ക്രിയേറ്റ് ചെയ്തിട്ട് അവരപ്പം തന്നെ ഫോം ഫില്ല് ചെയ്യണം എന്നുള്ളതൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ അവർക്കൊക്കെ മെസ്സേജിങ് ഡിഫറെൻ്റ് ആയിട്ടാണ് പോകേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യണം, ഓഡിയൻസിനെ എനിക്ക് സെഗ്മെൻറ്റ് ചെയ്യണം, അതായത് ഡിവൈഡ് ചെയ്തിട്ട് ആ ഓഡിയൻസിനെ മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ബേസിക്കലി മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു കമ്മ്യൂണിക്കേഷനാണ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യണം, ഓഡിയൻസിനെ സെഗ്മെൻറ്റൈസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഏതൊക്കെ എങ്ങനത്തെ ഒക്കെ ഓഡിയൻസിനെയാണ് സെഗ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ആദ്യം തന്നെ ആസ്പയറിംഗ് ഗ്രാജുവേറ്റ് കോൾഡ് ബ്രോഡ് സെറ്റ് ആയിട്ടുള്ള ഏജസ് 20 to 24 ലൊക്കേറ്റഡ് ഇൻ എറണാകുളം, അങ്ങനെ പറഞ്ഞിട്ട് അതൊരു ബ്രോഡ് ഓഡിയൻസിലോടേക്ക് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തേത് എന്താണ്, കോൾഡ് ആൻഡ് ഹൈ ഇൻറ്റൻറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെന്താ, അതിലിപ്പം ഇൻട്രസ്റ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, കാനഡ PR, ഓസ്ട്രേലിയ PR, എക്സ്പ്രസ് എൻട്രി, ഇതിനോടൊക്കെ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുള്ള ആൾക്കാരിലോട്ടേക്കാണ് ടാർഗറ്റ് ചെയ്യുന്നത്. മൂന്നാമത്തെ സെഗ്മെന്റ് എന്ന് വെച്ചാൽ റീടാർഗറ്റിംഗ് ആണ്. റീടാർഗറ്റിംഗ് എന്താണെന്ന് അറിയാലോ, അതായത് ഓൾറെഡി എൻ്റെ ബിസിനസ്സുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ഇൻട്രാക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരെ വീണ്ടും ഞാൻ എന്ത് ചെയ്യാണ്, എൻ്റെ ആഡുകൾ കാണിച്ച് റീടാർഗറ്റ് ചെയ്യണം. സോ ദാറ്റ് അവർക്ക് ഒന്നും കൂടി പുഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ ഒരു സംഭവം നിങ്ങളവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്, ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും, ഇപ്പം തന്നെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര % ഓഫർ കിട്ടും, അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് റീടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലുക്ക് ലൈക്ക് ഓഡിയൻസിനെ യൂസ് ചെയ്യുന്നത്. ബേസിക്കലി ലുക്ക് ലൈക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലുക്ക് അലൈക്ക്, ഓൾറെഡി നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓഡിയൻസിൻ്റെ സെയിം ആയിട്ടുള്ള സിമിലർ ആയിട്ടുള്ള ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഈ ലുക്ക് ലൈക്കും റീടാർഗറ്റിങ്ങും കസ്റ്റം ഓഡിയൻസ് ഒന്നും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് കമൻറ്റ് ചെയ്തോ. ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്ത് തരാം. ഓക്കെ, സോ അങ്ങനെ 3 തരത്തിലുള്ള ഓഡിയൻസ് സെഗ്മെൻറ്റ്സ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനല്ല, ക്ലോഡ് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെന്താണ്, ക്രിയേറ്റീവ്സ് സെറ്റ് ചെയ്യേണ്ട ഹുക്കുകൾ, എന്ത് ഹുക്ക് വെച്ചിട്ടായിരിക്കണം ക്രിയേറ്റീവ്സ് സെറ്റ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ നിങ്ങളുടെ വീഡിയോസ് ആവാം, നിങ്ങളുടെ സ്റ്റാറ്റിക് ഇമേജസ് ആവാം, എന്തോ ആവാം. എന്താണ് അതിൽ യൂസ് ചെയ്യേണ്ട ഹുക്ക് എന്താണ്, അത് തന്നിട്ടുണ്ട്. ഇനി അതല്ല, നിങ്ങളുടെ ആഡ് കോപ്പീസ്, അതായത് നിങ്ങൾ ആഡ് റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രൈമറി ടെക്സ്റ്റും ഹെഡ്ലൈനും ഇതൊക്കെ കൊടുക്കണം, അല്ല ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുക്കണം. സോ അതെങ്ങനെയാണ് കൊടുക്കേണ്ടത്, അതും ഇവിടെ വിത്ത് കോൾ ടു ആക്ഷൻ അടക്കം അതും സെറ്റാക്കി തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതെല്ലാം എനിക്ക് എന്ത് ചെയ്ത് കിട്ടി, ക്ലോഡിൽ കിട്ടി. അത് ഞാൻ കോമ്പറ്റേറ്റീവ് റിസർച്ച് ജെൻസ്പാർക്കിൽ ചെയ്തു. അത് വെച്ചിട്ടുള്ള ഐഡിയാസ് വെച്ചിട്ട് ക്ലോഡിൽ എനിക്ക് എന്ത് ചെയ്തു, ഞാൻ സ്ട്രാറ്റജി ബിൽഡ് ചെയ്തു. ആൻഡ് ഇനി എനിക്ക് അടുത്തത് എന്താണ്, ക്രിയേറ്റീവ്സ് സെറ്റ് ചെയ്യണം. സോ വൺസ് ഈ സ്ട്രാറ്റജി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മെസ്സേജിങ് എനിക്ക് സെറ്റ് ആക്കണം അല്ലേ. അപ്പോൾ അവിടെ തന്നെ ഇതിൽ തന്നെ എനിക്ക് ചോദിക്കാം, ഇതിന് വേണ്ടിയിട്ടുള്ള ഇപ്പം സ്റ്റാറ്റിക് ഇമേജസ് സെറ്റ് ചെയ്യാനുള്ള സ്ക്രിപ്റ്റ് ആണെങ്കിൽ അത് തരാൻ, അല്ലെങ്കിൽ വീഡിയോസ് ചെയ്യാനുള്ള സ്ക്രിപ്റ്റ് ആണെങ്കിൽ അത് തരാൻ. സോ അത് ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, നിങ്ങൾക്ക് സ്റ്റാറ്റിക് ഇമേജസിന് വേണ്ടിയിട്ട് അത് ഓരോരോ ഫണലിൽ വെച്ചിട്ടാണ് കേട്ടോ. ഇപ്പോൾ ടോപ്പ് ഓഫ് ദ ഫണൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് പോവേണ്ടത്, അല്ലെങ്കിൽ അടുത്തത് എന്താ പറയുക, മിഡിൽ ഓഫ് ദ ഫണലിലാണെങ്കിൽ എന്താണ് പോകുന്നത്, ഇതെല്ലാം ടോപ്പ് ഓഫ് ദ ഫണലിന് വേണ്ടിയിട്ടുള്ള ക്രിയേറ്റീവ്സിൻ്റെ സ്ക്രിപ്റ്റാണ് തന്നിരിക്കുന്നത്. ഇത് അങ്ങനെ വെച്ചിട്ട് ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ ഒരു ക്രിയേറ്റീവ് സെറ്റ് ചെയ്യാനുള്ള ടൂൾ ഏതാണോ ആ ടൂളിൽ കയറിയിട്ട് ഞാൻ ക്രിയേറ്റീവ് സെറ്റ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത്, ഞാനിപ്പോൾ ഇതാണ് എടുക്കുന്നത്. ഇതെടുത്തു, ഞാൻ കോപ്പി ചെയ്തു. സോ ഞാൻ ജെൻസ്പാർക്കിൽ വന്നിട്ട് ഞാനിങ്ങനെ പ്രോംപ്റ്റ് കൊടുത്തു. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള രീതിയിൽ പ്രോംപ്റ്റ് കൊടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് കൊടുക്കണം, ഐ വോണ്ട് ടു ക്രിയേറ്റ് എ ലീഡ് ജനറേഷൻ പോസ്റ്റർ യൂസിങ് ദിസ് കോണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് കോപ്പി ചെയ്തിട്ടുള്ളത് ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്തു. ഓക്കെ, പിന്നെ ഇവിടെ നിങ്ങൾക്ക് ബാക്കിയുള്ള നിങ്ങളുടെ ബ്രാൻഡ് എലമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ബ്രാൻഡ് കളേഴ്സ് ഏതാണ് യൂസ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഏത് ബാക്ക്ഗ്രൗണ്ടാണ് യൂസ് ചെയ്യേണ്ടത്, ലോഗോ എന്താണ് യൂസ് ചെയ്യേണ്ടത്, ഇതെല്ലാം നിങ്ങളിവിടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ രീതിയിൽ തന്നെ പ്ലേസ് ആയി വരും. ആൻഡ് പിന്നെ നമ്പർ ഏതാണ് കൊടുക്കേണ്ടത്, ഇപ്പോൾ നമ്മളൊരു പോസ്റ്റ് കൊടുക്കുമ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തരും. ഓക്കെ, സോ ഞാൻ ഇത് ജസ്റ്റ് റൺ ചെയ്ത് കൊടുക്കുകയാണ്. ആൻഡ് ഇപ്പോൾ നിങ്ങൾക്കൊരു 4-5 ക്രിയേറ്റീവ്സ് ഒരുമിച്ച് വേരിയേഷൻസ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ അതും ഇവിടെ ജനറേറ്റ് ചെയ്ത് തരും. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ 100 ക്രെഡിറ്റ്സ് വരെയാണ് നിങ്ങൾക്ക് ഒരു ദിവസം ജെൻസ്പാർക്കിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുക, അല്ലെങ്കിൽ പ്രോ എടുക്കണം. ഇനി അതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ അക്കൗണ്ട്സിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ക്രിയേറ്റീവ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പോൾ ഒന്ന് ജെൻസ്പാർക്കാണ്. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ പൊമേലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൂളാണ്, നിങ്ങൾ മേ ബി കേട്ടിട്ടുണ്ടാവും. ഇപ്പം
കറൻ്റ്ലി അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ആവുന്നൊരു സംഭവമാണ്. ഇത് ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ എൻറോൾ ചെയ്തിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ. ഗൂഗിളിൻ്റെ ആണ് ഈ പൊമേലി. ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നിങ്ങളുടെ കംപ്ലീറ്റ് ബ്രാൻഡിൻ്റെ DNA ഇതിൽ കാണിച്ചു തരും. ആൻഡ് അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ക്രിയേറ്റീവ്സ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഞാനിപ്പം പൊമേലിയിൽ വന്നിട്ട് ഞാൻ ഒരു റാൻഡം ആയിട്ട് ഒരു IELTS കോച്ചിങ് സെൻറ്ററിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ കണ്ടില്ലേ, അവരുടെ കംപ്ലീറ്റ് DNA അവരിപ്പം ഇവിടെ എടുത്ത് കാണിച്ചിട്ടുണ്ട്. ആൻഡ് അതിനുശേഷം എനിക്ക് എന്ത് ചെയ്യാം, നമ്മൾ നോർമലി പ്രോംപ്റ്റ് കൊടുത്തിട്ട് ഒരു ലീഡ് ജനറേഷന് പോസ്റ്റ് സെറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്കിവിടെ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇവിടെ ഞാൻ ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ സെറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ കൊടുത്തിരിക്കുന്ന ആസ്പെക്ട് റേഷ്യോ തെറ്റായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ ഇപ്പം ഞാനിവിടെ ജസ്റ്റ് ക്രിയേറ്റ് ലീഡ് ജനറേഷൻ പോസ്റ്റർ എന്ന് കൊടുത്ത് ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇമേജസ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതല്ല ഇതിൽ നിന്നുള്ള ഇമേജസ് എടുക്കണമെങ്കിൽ ആ ഇമേജസ് എടുത്തിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ആസ്പെക്ട് റേഷ്യോ സ്ക്വയറിൽ കൊടുക്കുക, ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറയാം. ഓക്കെ, സോ അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ഇമേജസ് ആണോ ജനറേറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ വേരിയേഷൻസ് കോൺസെപ്റ്റുകൾ കാണിക്കും. ആ കോൺസെപ്റ്റുകൾ ക്ലിക്ക് ചെയ്ത് അതിനനുസരിച്ചുള്ള ക്രിയേറ്റീവ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇവിടുന്ന് എടുക്കാൻ വേണ്ടി പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റീവ്സ് എടുക്കാം. വേറൊരു ടൂൾ വെച്ചാൽ ക്രിയേറ്റിഫൈ എന്ന് പറഞ്ഞൊരു ടൂൾ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ലിങ്കുകൾ കൊടുക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ബിസിനസ് ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ, വെബ്സൈറ്റിന് ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ അതിലുള്ള എന്താ പറയുക ഇമേജസും കാര്യങ്ങളൊക്കെ ഫെച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇമേജസ് ക്രിയേറ്റ് ചെയ്ത് തരും. ഇവിടെ സെറ്റ് ചെയ്ത് തന്നതുപോലെ തന്നെ അവിടെ കണ്ടില്ലേ, IELTSനാണ് കംപ്ലീറ്റ്ലി ഞാൻ അതിൽ കൊടുത്തിരിക്കുന്നത്. അതായത് വെബ്സൈറ്റിലുള്ള ഇമേജസ് വെച്ചിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന ഇമേജസ് ഒക്കെ ക്രിയേറ്റ് ആയിട്ടുള്ളത്. ഇവിടെ വേറെ ഒന്നും നിങ്ങൾക്ക് UGC വീഡിയോസും ഇതിൽ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ടൂൾസിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് കയറി ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, സോ വൺസ് ഇതൊക്കെ സെറ്റായി കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യുക. ഓഫ് കോഴ്സ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇനി അതല്ല, ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ജെൻസ്പാർക്കിൽ നേരത്തെ ഇപ്പോൾ ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, കംപ്ലീറ്റ് ആയിട്ടില്ല. ഓക്കെ, ഇത് ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് നോക്കാം. വേറെ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് AI അവതാർ വീഡിയോസ് അല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓഫ്കോഴ്സ് ഹൈജൻ വീഡിയോ നിങ്ങൾക്ക് അറിയാം. അതല്ലാണ്ട് അതേപോലെ തന്നെയുള്ളൊരു ടൂളാണ് DID എന്ന് പറഞ്ഞുള്ളൊരു ടൂള്. സോ DIDയിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പം ഞാനിവിടെ കാണിച്ചതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതേപോലെ തന്നെ വീഡിയോസ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഇതിലുള്ള ഓൾറെഡി ഉള്ള ഒരു അവതാർ വെച്ചിട്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വീഡിയോ, നിങ്ങൾ സംസാരിക്കുന്ന വീഡിയോ എടുക്കുക, ആ വീഡിയോയിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. സോ ആ അവതാർ വെച്ചിട്ട് നിങ്ങൾ സ്ക്രിപ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ആ സ്ക്രിപ്റ്റ് ഓട്ടോമാറ്റിക്കലി പറയുന്ന രീതിയിലുള്ള AI വീഡിയോസ് നിങ്ങൾക്ക് ഇതിൽ ജനറേറ്റ് ചെയ്തിട്ടും. അപ്പോൾ നമുക്ക് യൂസർ ജനറേറ്റഡ് വീഡിയോസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കോച്ചിങ് സെൻറ്ററിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ആ വീഡിയോസ് നിങ്ങൾക്ക് ആഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. വൺസ് നിങ്ങളുടെ കയ്യിൽ പറഞ്ഞിരിക്കുന്ന കോണ്ടന്റുകളും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഡയറക്റ്റ് നമ്മളുടെ ആഡ്സ് മാനേജറിൽ വരാം. ആഡ്സ് മാനേജറിൽ വന്നിട്ട് ലീഡ് ജനറേഷൻ ക്യാമ്പയിൻ, ലീഡ് ജനറേഷൻ ക്യാമ്പയിൻ എങ്ങനെയാണ് കംപ്ലീറ്റ് ആയിട്ട് ലീഡ് ജനറേഷൻ ക്യാമ്പയിൻ്റെ മൊത്തത്തിലുള്ള എല്ലാ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു ലോങ് വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണ്ടവരും കമൻറ്റ് ചെയ്യാൻ ഞാൻ അയച്ചുതരാം. ഓക്കെ, അപ്പോൾ ഇവിടെ ക്രിയേറ്റ് ക്യാമ്പയിനിൽ ലീഡ് ജനറേഷൻ എടുക്കുക. എന്നിട്ട് ഇവിടെ നമ്മൾ ഇൻസ്റ്റൻറ്റ് ഫോമാണ് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഓഫ് ലീഡ്സ്, നമ്പർ ഓഫ് ലീഡ്സ് കൂടുതൽ കിട്ടണമെങ്കിൽ നമ്മൾക്ക് ഇൻസ്റ്റൻറ്റ് ഫോമിൽ വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. അല്ലാണ്ട് വേറെ ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ചൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ആഡ് സെറ്റ് ലെവൽ വന്ന് ഇവിടെ കണ്ടില്ലേ, വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് ലീഡ് കളക്ട് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ കോൾസ് ത്രൂ കളക്ട് ചെയ്യാം. ഇൻസ്റ്റൻറ്റ് ഫോം, മെസ്സഞ്ചർ, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ടു സ്റ്റാർട്ട് വിത്ത് എപ്പോഴും ഇൻസ്റ്റൻറ്റ് ഫോം തന്നെയാണ് നല്ലത്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഫോമിൽ നമ്മൾ ചൂസ് ചെയ്തിട്ട് ബാക്കി നമ്മളുടെ എല്ലാ കാര്യങ്ങളും, ഇനിയിപ്പോൾ ഇവിടെ നമ്മളായിട്ട് ഇരുന്ന് കുറേ ഡീറ്റെയിൽ ആയിട്ട് ആലോചിച്ച് പിടിച്ച് കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല. കാരണം ഓൾറെഡി ബഡ്ജറ്റ് എത്ര കൊടുക്കണം, ഏതൊക്കെ സെഗ്മെൻറ്റ്സിലോട്ടേക്ക് നമ്മൾ ഏതൊക്കെ ഓഡിയൻസ് സെഗ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യണം, ഇതൊക്കെ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ, ക്ലോഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ എടുത്തിട്ട് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് കൊടുത്താൽ മാത്രം നിങ്ങൾക്ക് മതിയാവും. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലോഡിൽ നമുക്ക് തന്നിരിക്കുന്ന 3 സെഗ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് വന്നിട്ട് ആദ്യത്തെ സെഗ്മെൻറ്റ് നമ്മളിവിടെ കംപ്ലീറ്റ്ലി സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഇവിടെ ഞാൻ ഇൻസ്റ്റൻറ്റ് ഫോം കൊടുത്തു. നിങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ഏതാണോ ആ ഫേസ്ബുക്ക് പേജ് ഇവിടെ ചൂസ് ചെയ്ത് കൊടുക്കുക. ആൻഡ് അതിനുശേഷം ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ്, നിങ്ങളുടെ ടൈം, സ്റ്റാർട്ട് ഡേറ്റ്, എൻഡ് ഡേറ്റ് കൊടുക്കണമെങ്കിൽ എൻഡ് ഡേറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ കുഴപ്പമില്ല സ്റ്റാർട്ട് ഡേറ്റ് കൊടുക്കുക. ദെൻ അതിനുശേഷം ഓഡിയൻസിൽ വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഓഡിയൻസ് ഏതാണോ ആ ഓഡിയൻസിന്
ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആൻഡ് അതിനുശേഷം ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്വിക്ക്ലി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. കാരണം എന്താണ്, നമുക്ക് 3 ഓഡിയൻസ് സെഗ്മെന്റിലോട്ടേക്ക് നമ്മുടെ ആഡുകൾ റൺ ചെയ്യണം അല്ലേ. സോ ഇത് ക്വിക്ക്ലി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ 3 എണ്ണം ക്വിക്ക്ലി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഓരോന്നിനും പേര് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വെക്കാനായിട്ട് കൊടുക്കാം. നിങ്ങൾ ഇപ്പം ഞാൻ ആദ്യം തന്നെ ഇതിപ്പം മിഡിൽ ഓഫ് ദ ഫണൽ മോഫോ ഓഡിയൻസ് ആണെങ്കിൽ മോഫോ ഓഡിയൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പേരുകൾ സെറ്റ് ചെയ്യുക. ആദ്യത്തെ ഓഡിയൻസ് എന്താണ്, ടോപ്പ് ഓഫ് ദ ഫണലാണ്. സോ ടോപ്പ് ഇപ്പം ഇവിടെ ഞാൻ ജസ്റ്റ് കൊടുക്കുന്നതെന്നുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഓഡിയൻസിനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മളുടെ ആഡിൽ വന്നിട്ട് ഓരോരോ എല്ലാത്തിലും നമുക്ക് എന്ത് ചെയ്യാം, 3 ക്രിയേറ്റീവ്സോ നിങ്ങൾ എത്രത്തോളം ക്രിയേറ്റീവ്സ് ആണ് വെച്ചിരിക്കുന്നത് ആ ക്രിയേറ്റീവ്സിൽ ഇവിടെ വന്നിട്ട് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഇതൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെക്കാം. ഓക്കെ, സോ ഇത് ഇങ്ങനെ ഒരു ജെൻസ്പാക്കിൽ ഇങ്ങനെയാണ് സെറ്റാക്കി വന്നിട്ടുള്ളത്. കുഴപ്പമില്ല, അത്യാവശ്യം ഹുക്കിംഗ് ആണ് ക്രിയേറ്റീവ് വരുന്നത്. ഇനിയിപ്പോൾ പൊമേലിയിൽ വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും നമ്മൾ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. പിന്നെ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള AI അവതാർ വീഡിയോ അല്ലേ, അതും ഡൗൺലോഡ് ചെയ്യുക. ആൻഡ് അത് വന്നിട്ട് നിങ്ങളുടെ ആഡ്സ് മാനേജറിൽ കയറിയിട്ട് ഇവിടെ അത് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സെറ്റപ്പ് ക്രിയേറ്റീവ് ഉണ്ട്. സെറ്റപ്പ് ക്രിയേറ്റീവിൽ നിങ്ങൾക്ക് ഇമേജ് ആഡ് ആണോ വീഡിയോ ആഡ് ആണോ എന്താണോ കൊടുക്കേണ്ടത് അത് കൊടുക്കാം. ഇമേജ് ആഡിൽ ജസ്റ്റ് എന്താണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ പ്രൈമറി ടെക്സ്റ്റും ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതും എന്താണ് നമുക്ക് ഓൾറെഡി ക്ലോഡിൽ തന്നിട്ടുണ്ട് അല്ലേ. ഇത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്താണ് പ്രൈമറി ടെക്സ്റ്റും ഡിസ്ക്രിപ്ഷനും കൊടുക്കേണ്ടതെന്നുള്ളത് അതും നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അത് അങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് കൊടുത്താൽ മതി. ഓക്കെ, സോ അതെല്ലാം കഴിഞ്ഞാലാണ് നമ്മുടെ ആഡ്സ് മാനേജറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അതൊക്കെ നമ്മളവിടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ക്യാമ്പയിൻസ് വൺസ് നിങ്ങൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 24 hours കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ റിസൾട്ട്സും കാര്യങ്ങളും എങ്ങനെയാണ് വർക്ക് ആവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കണമെങ്കിൽ ഒന്നുകിൽ മാനുവലി നിങ്ങൾക്ക് ആഡ്സ് മാനേജറിൽ വന്നിട്ട് ഇൻസൈറ്റ്സിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഇവിടെ ഇൻസൈറ്റിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം എല്ലാ കാര്യങ്ങളും. പക്ഷേ അതല്ല, നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഇനി എന്താ ചെയ്യാൻ വേണ്ടി പറ്റുക, അല്ലെങ്കിൽ ഏത് ആഡ് സെറ്റിനാണ് കൂടുതൽ എമൗണ്ട് കൊടുക്കേണ്ടത്, കൂട്ടി കൊടുക്കേണ്ടത്, എന്താണ് പോസ്റ്റ് ചെയ്യേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഒപ്റ്റിമൈസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് മാനേജ് ചെയ്യാൽ വരാം. മാനേജ് ചെയ്യാൽ വന്നിട്ട് ഇതിൽ എങ്ങനെയാണ് ഫേസ്ബുക്ക് കണക്ട് ചെയ്ത് കൊടുക്കുന്നത്, ആഡ്സ് മാനേജർ എങ്ങനെയാണ് കണക്ട് ചെയ്ത് കൊടുക്കുന്നത്, എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി ചെയ്തതാണ്. അത് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ആൻഡ് അതിനുശേഷം ഇവിടെ വന്നിട്ട് പ്രോംപ്റ്റ് കൊടുക്കുക. പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി നിങ്ങളുടെ ക്യാമ്പയിൻസിൻ്റെ അവസ്ഥ എന്തൊക്കെയാണ്, ഇതുവരെയുള്ള അവസ്ഥകൾ എന്തൊക്കെയാണ്, അതിലെന്താണ് ബെറ്റർ ആയിട്ട് ചെയ്യേണ്ടത്, ഏത് ക്രിയേറ്റീവ് ടൈപ്പാണ് നിങ്ങൾ അടുത്തത് ട്രൈ ഔട്ട് ചെയ്യേണ്ടത്, എന്താണ് പോസ്റ്റ് ചെയ്യേണ്ടത്, അങ്ങനെ പറഞ്ഞിട്ട് മൊത്തത്തിലുള്ള എല്ലാ ഡീറ്റെയിൽസും എത്ര എമൗണ്ട് കൂടുതലായിട്ട് നിങ്ങൾ ആഡ് ചെയ്യണം എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇവിടെ തരും. എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ തരും. ഇത് അതേപോലെ നോക്കി മനസ്സിലാക്കി അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ആഡ്സ് മാനേജറിൽ പോയിട്ട് അതിന് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ മാറ്റങ്ങളും വരുത്താം. അപ്പം തന്നെ ഒരുവിധം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെറ്റാവും. സോ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്, വേറെ ആരുടെയും സഹായം ഇല്ലാണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ ഫ്രീലാൻസിങ് വർക്ക്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ക്ലയൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ വർക്ക്സ് ഒറ്റയ്ക്ക് എടുക്കാം. ഇപ്പോൾ ക്രിയേറ്റീവ്സ് സെറ്റ് ചെയ്യുമ്പോൾ പണ്ടൊക്കെ നമ്മൾ എഡിറ്റേഴ്സിന് കൊടുക്കേണ്ടതുണ്ടായിരുന്നു, കോപ്പി റൈറ്റേഴ്സിന് കൊടുക്കേണ്ടതുണ്ടായിരുന്നു. ഇതെല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് എടുക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടി പറ്റുന്ന ബഡ്ജറ്റും അത്യാവശ്യം നല്ല തന്നെയായിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ ഏർണിംഗ് പൊട്ടൻഷ്യൽ, നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നല്ല രീതിയിൽ ഒരു ഏർണിംഗ് പൊട്ടൻഷ്യൽ തരുന്ന ഒരു സ്കില്ല് തന്നെയാണ്. അത് ഇന്ന് AI ടൂൾസും കൂടി വന്നപ്പം അതെന്തായി, അതിൻ്റെ ഓപ്പർച്യൂണിറ്റി ഇരട്ടി ആയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യാം. ഇനിയിപ്പോൾ ബിസിനസ് ഓണേഴ്സ് ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് ടെസ്റ്റ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും, എത്രത്തോളം ലീഡ്സ് വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ AI ടൂൾസും കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ആൻഡ് ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. ഇനി ഒരു കാര്യം കൂടി പറയാം, നമ്മളൊരു വാട്സപ്പ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. കംപ്ലീറ്റ്ലി AI അപ്ഡേറ്റ്സും മാർക്കറ്റിംഗ് അപ്ഡേറ്റ്സും ഇത് രണ്ടും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ അപ്ഡേറ്റ്സ് ചെയ്ത എല്ലാ കാര്യങ്ങളും നമ്മളതിൽ അപ് ടു ഡേറ്റ് ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ അതിലോട്ടേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ വേണ്ടി പറ്റും. അതിന് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.